ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ സിറ്റുവേഷൻ ആൻഡ് ഓൾസോ ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ്. ഇനി എങ്ങനെ ആണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാര്യം, ആ ഒരു ഗൈഡൻസും കൂടി നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ആണ്. ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ സിറ്റുവേഷനും കൂടി കയറി വരികയാണെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും എന്നുള്ളൂ. അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇനി യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ഗൈഡൻസ് വേണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷനും കൂടി നമ്മൾ ഇതിൽ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും. ഓക്കെ, കൂടുതലായിട്ടും നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയിലാണ്, ഇനി മുന്നോട്ടേക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുത്ത് മുന്നോട്ട് പോവുക. ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ. ഓക്കെ, അപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് അങ്ങനെയാണ് വരാൻ ചാൻസ്. ഓക്കെ, കിങ് ഓഫ് കപ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ കറണ്ട് ഇപ്പോൾ പ്രസന്റ്ലി നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കാം. പ്രസന്റ്ലി നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളൊരു നല്ല റിലേഷൻഷിപ്പിലായിരുന്നുവെന്നും ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ജസ്റ്റ് ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലേക്ക് പോയിട്ട് ഉണ്ട് എന്നുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല നിങ്ങളുടെ പേഴ്സണുമായിട്ട്. ഒരു 5 months എബവ് ആയിട്ട് ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഈ ഒരു 4 and 5 months നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഓക്കെ, ബ്രേക്കപ്പ് അല്ലെങ്കിൽ നോ കോണ്ടാക്ട്, ആ ഒരു രീതിയിൽ നല്ല രീതിയിലല്ല. കൂടുതലും നമുക്ക് അങ്ങനെ ഒരു ലെസ് കോണ്ടാക്ട് ഒന്നും കിട്ടുന്നേ ഇല്ല. നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പ്, ഇപ്പൊ കുറെ നാളുകളായിട്ട് ഒരു ബന്ധവും ഇല്ല, ആ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പം വളരെയധികം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ നോക്കിയാൽ, നിങ്ങളുടെ ഒരു എനർജി നോക്കുകയാണെങ്കിൽ വളരെയധികം സ്ട്രഗിൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് കാർഡുകൾ പറഞ്ഞു തരുന്നത്. അപ്പം ഈ ഒരു സെപ്പറേഷൻ, ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ ലൈഫിനെ പിടിച്ച് ഉലച്ചതായിട്ട് കാണുന്നുണ്ട്. ലൈഫിൽ ഒന്ന് സ്റ്റക്കായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇത്രയും നാള് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രീഷ്യസ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത്രയധികം ആത്മാർത്ഥമായിട്ട്, അത്രയധികം എഫേർട്ട് ഇട്ട് നിങ്ങൾ ലൈഫിൽ നിങ്ങൾ ഒരു കാര്യത്തിനും ഇത്രയധികം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അത്രയധികം ഒരു എഫേർട്ട് ഇട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പൊ അങ്ങനെ കൊണ്ടു നടന്ന പ്രീഷ്യസ് ആയിട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കൊണ്ടുവരുന്ന പോലെ നിങ്ങൾ കെയർ ചെയ്ത് കൊണ്ടിടുന്ന ഒരു സംഭവമായിരുന്നു. അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, ഇത് എൻഡായി പോയി എന്നുള്ളതാണ് ഈ ഒരു നിങ്ങളുടെ ഈ ഒരു സ്ട്രഗിൾസിന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഉലച്ചയ്ക്ക്, നിങ്ങളുടെ ഈ ലൈഫിന്റെ ഒരു ഇതിന് വിഷമഘട്ടം ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത് അത് തന്നെയാണ്. അപ്പം അത് മാത്രമല്ല, അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ഫീലിങ്സ്, ഇനി ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകില്ല എന്ന് നിങ്ങൾ പൂർണ്ണമായും ചിന്തിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ വിശ്വാസം. അത്തരം ചിന്തകളാണ് നിങ്ങളെ ഒന്നും അല്ലാതാക്കി തീർക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒന്നും അല്ലാതാക്കി
ഒറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒറ്റപ്പെടുത്തലിന്റെ ഒരു അനുഭവങ്ങൾ, ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് അതിൽ നിന്ന് മാറി, അപ്പൊ ഇതൊരു 4 months അല്ലെങ്കിൽ 5 months റിലേഷൻഷിപ്പിൽ ഉള്ളവരെയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിലും കൂടുതലായിട്ട് ബ്രേക്കപ്പിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമുക്കൊരു 4 months 5 months എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 4 months ആയിട്ട് നിങ്ങൾ ഒരു ബ്രേക്കപ്പിലാണ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലാണ്. അപ്പൊ ഈ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നുപോയത്. പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എപ്പോഴും ആ ഒരു സമയം, ഈ ഒരു 4 months ആയിട്ട് 5 months ആയിട്ട്. അപ്പൊ ഇപ്പോ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ഈ ഒരു സമയത്ത് അതിൽ നിന്ന് മാറി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള എനർജീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ചെറിയ തടസ്സങ്ങളും ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് എന്ന് കാണുന്നു. ലൈഫിൽ എല്ലാം നഷ്ടമായി പോയ ഒരു പോയിന്റിൽ നിന്നും ജീവിതത്തിന്റെ കൺട്രോള് വീണ്ടെടുക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ടും ശ്രമിക്കുന്ന ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. പക്ഷെ പലപ്പോഴും ആ ഒരു പാസ്റ്റില് ആശയക്കുഴപ്പത്തിൽ നിങ്ങളിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. എല്ലാം മറന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇവിടെ ഒരു മിറർ എനർജി നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെയും ഒരു എനർജീസ് തമ്മിൽ വളരെയധികം ഒരു സെയിം ആണ് എന്ന് കാണുന്നു. അവരും ഈ ഒരു ബ്രേക്കപ്പിന് ശേഷം മൂവ് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്കും നിങ്ങളെ മറന്നിട്ട്, നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് കഴിയുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ എനർജീസ് ആണ് വരുന്നത്. അപ്പോൾ പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. കാരണം നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, നിങ്ങളുടെ ഇടയിൽ ഒരു കോമൺ ഫ്രണ്ട്സ് ഇല്ല. അങ്ങനെ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കോൺഫ്ലിക്ട്സുകളും പറയാൻ പാടില്ലാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പ് എൻഡ് ആയി പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറെ നാളത്തേക്ക് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടാവില്ല. അതിനുശേഷമായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു മിസ് ഫീലിങ്സും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ അവരുടെ അവസ്ഥയെന്ന് കൂടി അറിയുന്നില്ല. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ ഇത് കൂടുതലൊരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതൽ അകലങ്ങളിലേക്ക് പോകാനുണ്ടായ ഒരു കാരണം. എങ്കിൽ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ മറക്കാനായിട്ട് കഴിയുന്നില്ല, ഉപേക്ഷിച്ച് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അരികിലേക്ക് എത്താനായിട്ട് നിങ്ങളെന്ന പേഴ്സണ് പല ഓപ്ഷൻസും ഉണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ അവയൊന്നും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. കാരണം നിങ്ങളുടെ ഹൃദയത്തിന്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ കെയറിങ്, ലവിങ് എനർജിയിലാണ് ഉള്ളത് എന്ന് കാണുന്നു. കാർഡ്സുകൾ നമുക്ക് അതാണ് പറഞ്ഞു തരുന്നത്. മറ്റുള്ളവരെ കുറിച്ചുള്ള കെയറിങ്ങിൽ നിങ്ങൾ അല്പം കൂടുതലാണ്, നിങ്ങൾക്ക് വളരെയധികം കെയറിങ് കൂടുതലാണ്. മറ്റുള്ളവരുടെ സേക്കാണ് എപ്പോഴും എന്ത് കാര്യം എടുത്താലും അവര് കംഫർട്ടാണോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ നിൽക്കുന്ന ആ ഒരു രീതിയിലുള്ള ആളുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ അത്തരത്തിൽ വളരെ കെയറിങ് മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു ഒറ്റപ്പെടലിന്റെ ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ട് എന്ന്. അപ്പൊ ആ ഒരു കാര്യം കൂടാതെ നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പരമായ, സാമ്പത്തികപരമായ ഒരു സ്ട്രഗിളും അതുപോലെ ഇമോഷണൽ സ്ട്രഗിളും ഒക്കെ നിങ്ങൾക്കുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇത് ആരെങ്കിലുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെ ഈ ഒരു ഓപ്ഷൻസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, കുറെ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു പേഴ്സണലിലേക്ക് എത്താനായിട്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ വെരി സിമ്പിൾ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരു കമ്മ്യൂണിക്കേഷനോടെയോ അല്ലെങ്കിൽ ഒരു മൂന്നാമതൊരു വ്യക്തിയിടയിൽ നിന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾ തമ്മിലുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാക്കിൽ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത്രയും ചെറിയ പ്രശ്നങ്ങളെ നിങ്ങളുടെ ഇടയിലുള്ളൂ. പക്ഷെ ആ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് കണ്ടെത്താനോ അതിലേക്ക് ആക്ഷൻ ഇടാനോ ഒന്നും കഴിയാത്തതിന് കാരണമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ കുറെ സാമ്പത്തികപരമായ സ്ട്രഗിൾസും ഇമോഷണൽ സ്ട്രഗിൾസും ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങളെ ഇതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത്. ഈ ഓപ്ഷൻസ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാത്തതിന്റെ ഒരു തടസ്സങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ആ ഒരു തടസ്സങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാനിവിടെ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു മിറർ എനർജിയാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളിപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചൊക്കെ മറന്നിട്ട് ഓക്കെ അത് പോയത് പോയി, ഇനി എനിക്ക് മുന്നോട്ട് പോകണം, എനിക്ക് ജീവിക്കണം, ഞാൻ അതുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ നല്ലൊരു ഡിസിഷനൊക്കെ എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. ഓക്കെ, ഒരു ദിവസം പോയി സെക്കൻഡ് ഡേ അല്ലെങ്കിൽ തേർഡ് ഡേയിൽ വരുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾ ഈ പാസ്റ്റിലേക്ക് നിങ്ങളുടെ ചിന്തകൾ പോവുകയാണ്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങൾ, നിങ്ങൾ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത
ചെയ്ത ഫ്രണ്ട്സിനോ ഫാമിലിയോ ഒപ്പം സെലിബ്രേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് വീണ്ടും പാസ്റ്റിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പക്ഷോ ഞാനിതൊന്നും ചിന്തിക്കരുത്, ഞാനിതൊക്കെ ഉപേക്ഷിച്ച് വിട്ടൊരു കാര്യമാണല്ലോ, എന്തുകൊണ്ട് പിന്നെയും എനിക്കിത് ഇങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാറുണ്ടായിരിക്കാം. അത് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒരു ടെലിപ്പതിയാണ് നിങ്ങൾ തമ്മിലുള്ള. നിങ്ങളുടെ പേഴ്സണും ആ ഒരു സെയിം ടൈമിൽ നിങ്ങളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നു. ഒരു സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു ചിന്തകളും അവരുടെ ഓർമ്മകളും അവരുടെ സ്മെല്ലും ഒക്കെ ഓർമ്മ വരുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. ജസ്റ്റ് ഞാൻ അത് ഇതിന്റെ ഒരു ഗ്യാപ്പിൽ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ആരെങ്കിലും റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് വഴി അറിയിക്കുക. ഓക്കെ, സ്മെല്ലൊക്കെ വരുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാളെ കാണുമ്പോൾ ആ ഒരു വ്യക്തിയാണോ എന്ന് വിചാരിച്ച് അതേ സ്ട്രക്ചർ അതേ രീതിയിൽ, പക്ഷെ നമ്മൾ ജസ്റ്റ് അവർ തിരിഞ്ഞു വരുമ്പോൾ അവരല്ല. ഓക്കെ, ആ ഒരു രീതിയിൽ നിങ്ങൾ ശരിക്കും മൂവ് ഓൺ ചെയ്തു എന്ന് തന്നെ ഇരിക്കുന്ന സമയങ്ങളിലായിരിക്കും ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് നടക്കുന്നത്. അപ്പൊ അത് ഈ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ തമ്മിൽ ഉള്ളത് കൊണ്ടാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സ്പ്രെഡിന് നമുക്കൊന്ന് ഗൈഡൻസ് നോക്കി നോക്കാം. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ഇപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. ഇപ്പൊ നിങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ ഇത്തരം കാര്യങ്ങൾ കേട്ട് ചെയ്യുമ്പോൾ, എങ്കിലും യൂണിവേഴ്സിന്റെ ഭാഗത്തുള്ള ഒരു ഗൈഡൻസ് നമുക്ക് നോക്കാം. അപ്പൊ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നതാണ് യൂണിവേഴ്സ് പ്രധാനമായിട്ടും പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാതിരിക്കുക, മാനിഫെസ്റ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരുമിച്ച് ചേരണമെന്ന് മാനിഫെസ്റ്റേഷൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല എന്ന് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടതായിട്ട് ഇവിടെ ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു ഫെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ സ്പിരിച്വൽ വേ ചൂസ് ചെയ്ത് പ്രാർത്ഥനകളൊക്കെ നടത്തുക. പിന്നെ ഈ ഒരു പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ ഒരു വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ ഫുൾഫിൽമെന്റ് വരാനിടയുണ്ട് എന്ന് കാർഡുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇമോഷണൽ ഹാപ്പിനെസ് വരും. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരികയും ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകുകയും നിങ്ങൾക്കൊരു ഇമോഷണൽ ഹാപ്പിനെസ്, വളരെയധികം ഒരു സെലിബ്രേഷൻ ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾ ഇമോഷണലി വളരെ ഹാപ്പിയായി മാറും. അത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ടും പറ്റുന്നത്. ഓക്കെ, നമുക്കിനി കുറച്ച് കൂടെ വിശദമായിട്ട് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ് എന്ന് നമുക്കിപ്പോൾ യൂണിവേഴ്സിന്റെ കാര്യത്തിൽ നിന്നെല്ലാം നമുക്ക് ഈ ഒരു കാർഡുകളിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ഒരു 3 കാർഡുകൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാർഡ് നമുക്ക് എടുക്കാം. 3 കാർഡുകൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഗൈഡൻസ്, യൂണിവേഴ്സ് ഗൈഡൻസ് തന്നാലും ഈ ഒരു പേഴ്സന്റെ സിറ്റുവേഷനിൽ ഇവർക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇനി എന്ത് ചെയ്യണം എന്നതിനുള്ള ഒരു സൊല്യൂഷനാണ് ഇവിടെ ഞങ്ങൾക്ക് വേണ്ടത്. ഒരു സൊല്യൂഷനാണ് വേണ്ടത്. സൊല്യൂഷൻ, ഗൈഡൻസ്. ഇനി എന്താണ് ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകാനായിട്ട് നല്ല രീതിയിൽ ഇവരുടെ ഒരു വിധിക്കനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇവരെന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, ഇവിടെ കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ ഡൗട്ട് അടിക്കുന്നത് പോലെയുള്ള ഫീലിങ്സ്. അപ്പോൾ ഇനി അവർ വേറൊരു മൂന്നാമതൊരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പോയോ എന്നൊക്കെയുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇതൊക്കെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്, മൂന്നാമതൊരു പേഴ്സൺ ഉണ്ട് നിലവിൽ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടാകാം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുകയും നെഗറ്റീവ് തിങ്കിങ് നടത്തുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള എനർജീസ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഗൈഡൻസ് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്കുള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ഒരു ശക്തിയെ വിശ്വസിക്കുക. ഒരു ഇന്നർ പവർ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക, പരമാവധി അത് യൂസ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പിന്നെ നിങ്ങൾ നല്ല ധൈര്യമുള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു ക്ഷമയും ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഈ ഒരു നിങ്ങളിലുള്ള ആ ധൈര്യവും ക്ഷമയും നിങ്ങൾ ഒരു ആയുധമാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനിൽ ഓരോരുത്തർക്കും ഇത് കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻസ് വ്യത്യസ്തങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു സിറ്റുവേഷനുകൾ ധൈര്യമാണോ വേണ്ടത് അതോ ക്ഷമയാണോ വേണ്ടത് എന്നത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പുതിയൊരു അവസരം ഉടൻ വരാനിരിക്കുന്നു നിങ്ങൾക്ക് എന്നാണ് കാണുന്നത്. അപ്പൊ ഫൈനാൻഷ്യൽ പരമായിട്ട് കുറച്ച് സ്ട്രഗിൾസ് ഉണ്ട് നിങ്ങൾക്കെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഒരു ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ കരിയർ നിങ്ങളുടെ ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഫൈനാൻഷ്യലി ഇംപ്രൂവ്മെന്റ് ആവുമല്ലോ. അപ്പൊ കരിയറിൽ ഡെവലപ്മെന്റ്, ഫൈനാൻഷ്യൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത്, അപ്പോൾ ഇതിലേതോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്ന ഉടനെ അത് സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളൊരു ഗൈഡൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരു നല്ല കാലം, ഒരു നല്ല ഫ്യൂച്ചർ വരാനായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണലിലേക്ക് എത്താനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാനും അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു കഴിവ് നിങ്ങൾക്ക്, ഒരു ഇന്നർ സ്ട്രെങ്ത്, ഇന്നർ പവറും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അതാണ്. പിന്നെ നമുക്ക് കാണുന്നത് പാസ്റ്റിലെ ഒരു ബേർഡൻസ് ഒക്കെ, പാസ്റ്റിലെ
ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതാണ് നമുക്കിവിടെ വീണ്ടും വീണ്ടും പറയുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെന്ന് പോലെ നിങ്ങൾ സംശയിക്കുന്ന ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നു. അപ്പം ആ ഒരു ബേർഡൻസ് എല്ലാം വിട്ടുകളയുക, നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കുക. അത് നിങ്ങളെ സമാധാനത്തിലേക്കും ഒരിക്കലും കൊണ്ടുപോകില്ല, ഒരു ഗ്രോത്തിലേക്കും ഒരിക്കലും കൊണ്ടുപോകില്ല. അപ്പൊ നിങ്ങൾ ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം വിട്ട് കഴിഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അത് നിങ്ങളെ ഒരു സമാധാനത്തിലേക്കും ഒരു ഗ്രോത്തിലേക്കും ഒരു ഡെവലപ്മെന്റിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു. പിന്നെ നിങ്ങളുടെ ബന്ധം നിലനിർത്താനായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബന്ധം നിലനിർത്താൻ പരസ്പരം ഒരു ടീം വർക്ക് ആവശ്യമാണ്. അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരുമിച്ച് നിന്ന് വേണം. നമുക്കാണല്ലോ ഓൾറെഡി അറിയാമല്ലോ, റിലേഷൻഷിപ്പ് മുന്നോട്ട് ഉണ്ടെങ്കിൽ അവിടെ ഒരു 2 പേര് തമ്മിലൊരു ടീം വർക്ക് ആവശ്യമാണ്. അതിന് പിന്നെ ഇവിടെ ഏറ്റവും ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങളാണ് യൂണിവേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ പേഴ്സണായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആയി എന്നുള്ളതാണ് നമുക്ക് കാർഡുകളിൽ നിന്ന് കിട്ടുന്നത്. ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ആവശ്യമാണ്. അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമാണ്, അതും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു സോൾഫുൾ കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ശക്തമായ ബന്ധം ഉടലെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ നൽകുന്ന ഗൈഡൻസിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശക്തമായ നല്ല സന്തോഷകരമായ ഇമോഷണൽ ഫുൾഫിൽമെന്റ് നൽകുന്ന, ഇമോഷണൽ ഹാപ്പിനെസ് നൽകുന്ന ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരികയാണെങ്കിൽ എല്ലാവരും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഞാനും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ടുഡേ എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്ക് വരുന്നുണ്ട്. ജൂൺ മന്ത് നമുക്കിവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മോൾ ഓൺ ലെഫ്റ്റ് ചീക്സ്, ലെഫ്റ്റ് സൈഡിലെ കവിളിൽ മറുകളുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. കോട്ടയം ജില്ല, ഓക്കെ, കണ്ണൂർ ഡിസ്ട്രിക്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 1982 എന്ന് പറയുന്ന വർഷം വരുന്നു. റെഡ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ്, ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പേഴ്സണൊക്കെ ഒരു ഹെൽത്ത് ഇഷ്യൂസിന്റെ സമയമായിരിക്കാം. ലൈഫ് ചേഞ്ച്, ഓക്കെ, മാറ്റം വരുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി റീഡിങ്ങിൽ കണ്ടു കഴിഞ്ഞു. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പരിചയപ്പെട്ട ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി നിങ്ങളോട് ഈ ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് എന്നറിയിക്കുന്നതായിരിക്കാം. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വയനാട്. ട്രൂ ലവ്, ഇതൊരു സത്യസന്ധമായ സ്നേഹമാണ് എന്ന് പറയുന്നു. നമ്പർ 10 കിട്ടുന്നുണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നേച്ചർ എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നു. നമ്പർ 49 കിട്ടുന്നുണ്ട്. നമ്പർ 44 നമുക്ക് കിട്ടുന്നു. വൈറ്റ് കളർ. നമ്പർ 25 222 എന്ന് പറയുന്ന ഏൻഷ്യൻ നമ്പർ കിട്ടുന്നു. എൻകറേജസ് യു, ഓക്കെ, ലവബിൾ, വളരെ ലവബിൾ ആണ് നിങ്ങൾ. ടുഡേ, വീണ്ടും നമുക്ക് ടുഡേ എന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. വളരെ നല്ല ദിവസമായിട്ടാണ് നമുക്ക് കാണുന്നത്. ലെറ്റർ വി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 51, നമ്പർ 26, നമ്പർ 41, നമ്പർ 52, 777 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഇത്രയും ക്ലൂസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നത്തെ ഈ ഒരു റീഡിങ് കാണുന്ന ദിവസം തന്നെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ 1-2 വാക്കുകളോ ഒരു സോറിയോ അല്ലെങ്കിൽ ഒരു സ്നേഹത്തോടെയുള്ള വാക്കുകളോ ഒക്കെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങൾ പരമാവധി ഇന്നത്തെ ദിവസം തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ്ങും ക്ലൂസും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.